ഡിസംബർ 24, 2016 ക്രിസ്തുമസിന്റെ തലേന്നുള്ള രാത്രി. ഫോണിന്റെ റിസീവർ ഫോണിനരികിലായി വെച്ചുകൊണ്ട് അവൾ മുൻവശത്തെ ഡോറിന്റെ അടുത്തേക്ക് നടന്നു. ഡോറിന്റെ പീപ്പ് ഹോളിലൂടെ നോക്കിയ അവൾ വീടിന് പുറത്തു വന്നു നിന്ന 2 കാറുകളിൽ നിന്ന് കുറച്ചുപേർ അവളുടെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കണ്ടു. അവൾ പേടിച്ചുകൊണ്ട് അതിൽ നിന്നും കണ്ണുകളെടുത്തു. ഇന്ന് മുട്ടുകുത്തി പള്ളിക്കകത്തെ മേശയിൽ തലകുനിച്ചുകൊണ്ട് ചെറിയൊരു തേങ്ങലോടെ പ്രാർത്ഥിക്കുന്നതിനിടയിൽ തോളിലൊരു കരസ്പർശം അനുഭവപ്പെട്ടപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. ആർ യു ഓൾ റൈറ്റ് സൺ? പ്രസന്നവദനനായ ഒരു ഫാദർ അയാളോട് ചോദിച്ചു. കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ ഓക്കെയാണെന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ റോയ്, പള്ളി വികാരിയാണ്, ഫാദർ സ്വയം പരിചയപ്പെടുത്തി. അയാൾ അത് ശ്രദ്ധിക്കാതെ ആൾത്താരയുടെ സമീപത്തായി ചുമരിൽ തൂക്കിയിരുന്ന ക്രൂശിലേറ്റിയ ജീസസിന്റെ ഫോട്ടോയിൽ നോക്കിയിരുന്നു. ഫാദർ വീണ്ടും അയാളുടെ തോളിൽ തട്ടി. ഫാദർ, നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണോ ലഭിക്കുക, അതോ നമുക്കോ? കലങ്ങിയ കണ്ണുകളോടെ അയാൾ ഫാദറിനോട് ചോദിച്ചു. അയാളുടെ ആ ചോദ്യത്തിന് ഫാദർ ഒന്ന് ചിരിച്ചതല്ലാതെ മറുപടി പറഞ്ഞില്ല. ഫാദർ, എനിക്ക് ഒരുപാട് പേരെ കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ചിലതിന് കാരണങ്ങളുണ്ട്, മറ്റു ചിലത് കാരണങ്ങളില്ലാതെയും. ചിലതിന് ശരികളുണ്ടായിരുന്നു, മറ്റു ചിലത് ശരികൾക്കായി ചെയ്യേണ്ടി വന്നു. എനിക്കറിയില്ല ഫാദർ, എൻ്റെ ശരികളെല്ലാം ശരികളായിരുന്നോ അതോ തെറ്റായിരുന്നോ എന്ന്. ഇനി നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് സത്യമായി നിന്നോട് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 43-ാം വാക്യം. ഫാദർ ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു. അയാൾ ഫാദർ പറഞ്ഞത് മനസ്സിലായില്ല എന്ന രീതിയിൽ തലയാട്ടി. ഫാദർ തുടർന്നു. ജീസസിന്റെ ക്രൂശുമരണത്തിന്റെ സമയത്ത് 2 കള്ളന്മാരെയും ജീസസിന്റെ വലതും ഇടതുമായി ക്രൂശിലേറ്റിയിരുന്നു. അതിലൊരു കള്ളൻ തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞപ്പോൾ ജീസസ് ആ കള്ളനോട് പറഞ്ഞതാണ് ആ വാക്യങ്ങൾ. മാനസാന്തരപ്പെട്ട ഒരു ഹൃദയമുണ്ടെങ്കിൽ നിന്റെ പാപങ്ങളും മോചിക്കപ്പെടും. അയാൾ തലയാട്ടിക്കൊണ്ട് വീണ്ടും ആൾത്താരയുടെ സമീപത്തുള്ള ജീസസിന്റെ ഫോട്ടോയിലേക്ക് നോക്കി. ഫാദർ, അവർ എന്നെ തേടി വരും മുന്നേ എനിക്കൊന്ന് കുമ്പസരിക്കണം. ജനുവരി 1, 2017 പകുതിയോളം നുണഞ്ഞ മദ്യക്കുപ്പിയിൽ നിന്നും വീണ്ടും ഗ്ലാസ്സിലേക്ക് ലഹരി പകർന്നുകൊണ്ടിരിക്കുന്ന ആ 3 പേരുടെ ഇടയിലേക്ക് അയാൾ നടന്നു വന്നു. ഇതിലാരാണ് സ്പാനർ ഷിബു? ആ 3 പേരോടായി അയാൾ ചോദിച്ചു. ഞാനാ. എന്താ കാര്യം? ഗ്ലാസ്സിൽ നിന്ന് ഒരു സിപ്പ് വായിലേക്ക് എത്തിച്ച് വിരൽ കൊണ്ട് നാരങ്ങ അച്ചാറിൽ ഒന്ന് തൊട്ടു വായിൽ വെച്ചുകൊണ്ട് ഷിബു മറുപടി നൽകി. ഒരു കൊട്ടേഷനുണ്ട്, ഷിബു എടുക്കുമോ എന്നറിയാനാണ്. ഷിബു എല്ലാതും എടുക്കും. കയ്യിനാണെങ്കിൽ 50 ഉറുപ്പ്യ, കാലുകളാണെങ്കിൽ 1 ഉറുപ്പ്യ വരും. ഇനി ആളെ തട്ടാനാണെങ്കിൽ 2 ഉറുപ്പ്യ വരും. ഒരു വിലപേശൽ ഷിബുവിന് ഇഷ്ടവുമില്ല. ഗ്ലാസ്സിലേക്ക് വീണ്ടും മദ്യമൊഴിച്ചുകൊണ്ട് ഷിബു അയാളോട് പറഞ്ഞു. ആളെ തട്ടണം, കാശൊരു പ്രശ്നമല്ല, സംഗതി നടക്കണം. ഷിബു ഏറ്റെടുത്ത കൊട്ടേഷൻ ഇന്നേ വരെ പാളിയിട്ടില്ല സാറേ. ഫോട്ടോ ഉണ്ടോ തട്ടേണ്ട ആളുടെ? ഉണ്ട്. അയാൾ പോക്കറ്റിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് അയാളെ കാണിച്ചു. ഫോട്ടോയിൽ നോക്കിയ ഷിബു അതിലെ മുഖം കണ്ടപ്പോൾ ഒന്ന് നടുങ്ങി. സാർ ആരാ? ഒന്ന് പോയേ. ഷിബു ഈ കൊട്ടേഷൻ എടുക്കുന്നില്ല. തൻ്റെ കൂടെയുള്ളവരോട് കണ്ണുകൊണ്ട് എന്തോ ആംഗ്യം കാണിക്കുകയും ഫോട്ടോ അയാളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതെന്താ ഷിബു ഈ കൊട്ടേഷൻ എടുക്കാത്തെ? അയാൾ ഷിബുവിനോട് ചോദിച്ചു. ഡാ, അണ്ണൻ ഈ കൊട്ടേഷൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഷിബുവിന്റെ കൂടെയുള്ള ഒരുത്തൻ അയാളുടെ തോളിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു. അത് ഷിബു പറയട്ടെ, അയാൾ ഷിബുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്നോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഷിബുവിന്റെ കൂടെയുള്ളവൻ വീണ്ടും അയാളെ തള്ളാനായി നോക്കിയതും അയാളുടെ കൈവെള്ളയിലൂടെ ഒരു ചങ്ങലയുടെ അറ്റത്തായി കത്തി പോലെ തോന്നുന്ന ഒരായുധം ഒഴുകി വരികയും തള്ളാനായി വന്നവന്റെ കഴുത്തിലൂടെ ആഴത്തിലൊരു വര വരച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു.
ഷിബുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേയാൾ ആ രംഗം കണ്ട് ഗ്ലാസ് നിലത്തിട്ട് ഓട്ടവും കഴിഞ്ഞിരുന്നു. അപ്പോൾ ഭയന്ന് നിൽക്കുന്ന ഷിബുവിൻ്റെ അടുത്തേക്ക് അയാൾ നടന്നു വന്നു. ഷിബു ഓടാൻ തുടങ്ങിയതും അയാൾ കയ്യിലുണ്ടായിരുന്ന ആയുധം ഷിബുവിൻ്റെ കഴുത്തിലേക്ക് വീശി. അതിൻ്റെ ചങ്ങല ഷിബുവിൻ്റെ കഴുത്തിലേക്ക് ചുറ്റപ്പെട്ടു. ആയുധത്തിൻ്റെ മറ്റേ വശത്തുള്ള കത്തി ഷിബുവിൻ്റെ കഴുത്തിൽ വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഷിബു ചോദിച്ചില്ലേ ഞാൻ ആരാണെന്ന്? കേട്ടോ, ദ ഫ്യൂ ദ ഫിയർലെസ്. ചിലർ എന്നെ ഗോസ്റ്റ് വിളിക്കും. അതിലൽപ്പം കാര്യവുമുണ്ടെന്ന് കൂട്ടിക്കോ ഷിബു. ഇനി പറ, ആ ഫോട്ടോയിൽ കണ്ടയാളെ ഷിബു അറിയില്ലേ? ഷിബു അറിയാമെന്ന് തലയാട്ടി. ആർക്കു വേണ്ടി? പേര് മാത്രം. ചങ്ങല ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. ഷിബു വളരെ കഷ്ടപ്പെട്ട് എന്തോ ഒന്ന് പറയുകയും ഷിബു മുഴുവനാക്കിയതും അയാളുടെ കത്തി ഷിബുവിൻ്റെ കഴുത്തിലൂടെ ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു. ജനുവരി 2, 2017. സർക്കിൾ ഇൻസ്പെക്ടർ ജീവൻ അഗസ്റ്റിന്റെ ഓഫീസ്. സംഭവസ്ഥലത്ത് നിന്ന് കൊല്ലപ്പെട്ട സ്പാനർ ഷിബുവിന്റെ ഫോട്ടോഗ്രാഫ് ജീവൻ പരിശോധിക്കുന്നതിനിടയിലാണ് കോൺസ്റ്റബിൾ മാധവൻ സർ അവിടേക്ക് കടന്നു വരുന്നത്. സർ, സ്പാനർ ഷിബുവിന്റെ കൊലയാളിയെ കണ്ട സാക്ഷി എത്തിയിട്ടുണ്ട്, മാധവൻ സർ ജീവനോട് പറഞ്ഞു. അകത്തേക്ക് വരാൻ പറയൂ. മാധവൻ സർ സാക്ഷിയെ ജീവന്റെ റൂമിലേക്ക് കടത്തിവിട്ടു. തല കുനിച്ചുകൊണ്ട് നിൽക്കുന്ന അയാളോട് ജീവൻ ചോദിച്ചു. എന്താടാ നിന്റെ പേര്? പ്രകാശൻ. അയാൾ മറുപടി പറഞ്ഞു. ഷിബുവിന്റെ ആരാ പ്രകാശൻ? പ്രകാശന് ഷിബുവിനെ എങ്ങനെ അറിയാം? എൻ്റെ മെയിൻ പണി വണ്ടി സീസ് ചെയ്യലാണ്. ഇടയ്ക്കൊക്കെ ചെറിയ പണികൾക്ക് ഞാനും അശോകനും ഷിബുവണ്ണൻ്റെ കൂടെ പോകാറുണ്ട്. അങ്ങനെയുള്ള പരിചയമാണ് സാറേ. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ഒന്ന് വിശദീകരിക്കാൻ പ്രകാശന് പറ്റുമോ? ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ബാക്കിയുണ്ടായിരുന്ന കുപ്പി തീർക്കുമ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് അയാൾ കയറി വരുന്നത്. ഒരു ഫോട്ടോ കാട്ടി കൊട്ടേഷൻ എടുക്കുമെന്ന് അയാൾ ഷിബുവണ്ണനോട് ചോദിച്ചു. എന്തോ പന്തികേട് തോന്നിയ ഷിബുവണ്ണൻ കൊട്ടേഷൻ എടുക്കുന്നില്ല എന്നയാളോട് പറഞ്ഞു. എന്നിട്ടും അവിടെ നിന്ന് പോകാൻ വിസമ്മതിച്ച അയാളെ അശോകനൊന്ന് ചെറുതായി തള്ളി. പിന്നീട് കണ്ടത് അയാളുടെ കയ്യിലൂടെ ഇറങ്ങി വന്ന പ്രത്യേകതരം കത്തിയും അത് അശോകന്റെ കഴുത്തിലൂടെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് സാർ. പ്രകാശൻ ഒന്ന് പറഞ്ഞു നിർത്തി. എന്നിട്ട് ബാക്കി എന്താണ് സംഭവിച്ചത്? ജീവൻ വീണ്ടും അയാളോട് ചോദിച്ചു. അശോകൻ മരിച്ചു വീഴുന്നത് കണ്ടതും ഞാൻ ജീവനും കൊണ്ട് ഓടി സാർ. അയാൾ തന്നെയാകും ഷിബുവിനെയും കൊലപ്പെടുത്തിയത്. ആയിരിക്കണം സാർ. അയാളെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല സർ, ആദ്യമായിട്ടാണ് അയാളെ കാണുന്നത്. ഒരുപക്ഷെ മറ്റേതെങ്കിലും കൊട്ടേഷൻ ഗ്യാങ് ആയിരിക്കില്ലേ ഇതിന് പിന്നിൽ? അങ്ങനെ ആയിക്കൂടെ? ഇത് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല സാർ. അതെന്താ? ജീവൻ സംശയത്തോടെ പ്രകാശനോട് ചോദിച്ചു. വേറെ ഏതെങ്കിലും ഗ്യാങ്ങിലുള്ള ഒരാളായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് വരില്ല. ഒരു പണിക്ക് പോകുമ്പോൾ കൂട്ടമായിട്ടേ പോവുള്ളൂ. പിന്നെ എന്താ നിർത്തിയത് പ്രകാശൻ? അയാളൊരു പോലീസുകാരനാണെന്ന് തോന്നുന്നു സർ. പിന്നെ ആ ആയുധം, ഒരു ചങ്ങലയുടെ അറ്റത്തായ ഒരു കത്തി, അങ്ങനെയൊന്ന് ഞാൻ കണ്ടിട്ടില്ല സർ. അയാളൊരു പോലീസുകാരനാണെന്ന് പറയാൻ എന്താണ് കാരണം പ്രകാശൻ? വളരെ കനം കുറച്ച് നീറ്റായി കട്ട് ചെയ്ത അയാളുടെ ഹെയർ സ്റ്റൈൽ, പിന്നെ അയാളുടെ ഫിറ്റായ ബോഡി, പിന്നെ അയാളുടെ നടത്തം, എല്ലാം ഒരു പോലീസുകാരനെ പോലെ തോന്നിപ്പിച്ചു സർ. പിന്നെ വേറെ എന്തെങ്കിലും അയാളെ പറ്റി? പ്രകാശൻ അയാളെ ഇനി കണ്ടാൽ തിരിച്ചറിയുമോ? പിന്നെ അയാൾ താടി വെച്ചിരുന്നു. പിന്നെ അയാളുടെ കൈത്തണ്ടയിൽ ഒരു മുതലയുടെ ചിത്രം പച്ച കുത്തിയിരുന്നു. അതിന് താഴെ ഇംഗ്ലീഷിൽ ദ ഫ്യൂ ദ ഫിയർലെസ് എന്ന് എഴുതിയിരുന്നു സർ. പ്രകാശൻ എന്താണ് പറഞ്ഞത്? അയാൾ താടി വെച്ചിരുന്നുവെന്നോ? അതെ സർ. എന്നാൽ അയാൾ പോലീസ് ആവാൻ സാധ്യതയില്ല. മല സീസണിലല്ലാതെ താടി വെച്ച പോലീസുകാരെ പ്രകാശൻ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല സർ. പ്രകാശൻ സംശയത്തോടെ ജീവനോട് മറുപടി പറഞ്ഞു. ശരി. പ്രകാശനെ രേഖാചിത്ര വിദഗ്ധന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അയാളുടെ മുഖം വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്ക്. ഫോട്ടോഗ്രാഫിൽ നോക്കിക്കൊണ്ട് മാധവൻ സാറിനോട് ജീവൻ പറഞ്ഞു.
പെട്ടെന്നാണ് ജീവന്റെ കണ്ണിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. കൊല്ലപ്പെട്ട ഷിബുവിന്റെ ഇടത്തെ കൈയിൽ എച്ച് എന്ന് കത്തി കൊണ്ട് വരച്ചിരിക്കുന്നു. ജീവൻ ബാക്കിയുള്ള ഫോട്ടോസ് വീണ്ടും എടുത്തു നോക്കി. വേറൊരു സ്ഥലത്ത് ടി എന്നൊരക്ഷരവും ജീവൻ കണ്ടു. ജീവൻ ഷിബുവിന്റെ ശരീരത്തിൽ കണ്ട എല്ലാ അക്ഷരങ്ങളും ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതി. എച്ച് ടി ജി എസ് ഒ. ജീവൻ എഴുതി കഴിഞ്ഞ ശേഷം എഴുതിയത് വായിച്ചു. HTGSO. എന്താണ് ഇതിന്റെ അർത്ഥം? ജീവൻ എഴുതിയ അക്ഷരങ്ങൾ നോക്കിക്കൊണ്ട് പറഞ്ഞു. മരിച്ചയാളുടെ ശരീരത്തിൽ കത്തി കൊണ്ട് അക്ഷരങ്ങൾ വരച്ചിരിക്കുന്നു. എന്താണ് കൊലയാളി പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ കൊലയാളിയെപ്പറ്റി കൊലയാളി തന്നെ ക്ലൂ തന്നതായിരിക്കുമോ? അതെ, അത് തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആ അക്ഷരങ്ങളിലൂടെ. വെരി സ്മാർട്ട്. ചലഞ്ച് സ്വീകരിച്ചിരിക്കുന്നു മിസ്റ്റർ ദ ഫിയർലെസ്.